സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ ദിവസം ഒന്നും കൊടുക്കണം. ഇങ്ങനെ ഒരു സിനിമ കുറേ വർഷം മുന്നെയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ ഇതാകുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കൺട്രോളർ എല്ലാ ദിവസവും വരും. ഇവർ ഇന്നും ഇതുപോലെ വൈകുന്നേരങ്ങളിൽ മദ്യപിക്കും. അപ്പോൾ ഞാൻ ആ സമയത്ത് മദ്യപിച്ചുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് ഏകദേശം കുറച്ച് സമയമായില്ല. അപ്പോൾ ഞങ്ങളൊക്കെ മദ്യപിക്കും. അപ്പോൾ കൺട്രോളർ ഇതേപോലെ ഞങ്ങളോട് വന്ന് ഇന്ന് 2 എണ്ണമൊക്കെ അടിച്ചിട്ട് രാത്രി ഓക്കെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും. അപ്പം സാധാ ചോദിക്കും ഇതേപോലെ അല്ലാണ് പരിപാടി നാളെ ഇടാൻ മോനെ എന്നൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ മദ്യപിക്കാനൊക്കെ വരും, കമ്പനി അടിക്കാനൊക്കെ വരും. പിന്നെ ഇതില്ല, പൈസ ഇല്ല. അപ്പോൾ ചെറുങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നൊരു സാധനം ചെയ്യും, അവനെ ഇന്ന് എൻ്റെ കൈ കിട്ടുമല്ലോ എന്ന്. അപ്പോൾ സംഭവം വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിലാണ് ഇയാളൊരു വിഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ വലിയ വിഗ്ഗാ. അപ്പോൾ ആ സെറ്റിലായിക്കോട്ടെ ഇയാൾക്ക് മറ്റേ സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളൊക്കെ ഉള്ള സെറ്റിൽ ഇയാൾ വിഗ് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സുന്ദര കുട്ടപ്പനായിട്ടേ വരുള്ളൂ. അപ്പോൾ ആർക്കും അറിഞ്ഞൂടാ ഈ വിഗ് ഇത് വിഗ്ഗാണെന്ന്. പലർക്കും അറിയാത്ത കുറച്ച് ചില പേരുണ്ടാവില്ല. അത്ര പെർഫെക്ഷനാ. ആ ഭയങ്കര ഓഞ്ഞ വിഗ്ഗാണെങ്കിൽ പോലും പുള്ളി ഇതാകെ ഊരി വെക്കുക. അപ്പൊ പൈസ കൊടുക്കുന്നില്ലല്ലോ, ഊരി വെക്കുക. ഈ കുളിക്കുന്ന സമയത്ത് പുള്ളിയുടെ റൂമിൽ പോയിട്ട് പൈസ തരാത്തതിന്റെ പേരില് ആ വിഗ് ഒരു കവറിലിട്ടോണ്ട് അടിച്ച് ഫിറ്റായിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, മറ്റേ സാധനമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അടിക്കുക കൊടുക്കൂലാണ്. അപ്പൊ ഞാൻ എന്താ സംഭവം. അടുത്ത കട്ട് ഞാനേതോ ഫോണൊക്കെ വന്നിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാള് തോർത്തുമുണ്ട് വിട്ടിട്ട് കോറിഡോറിൽ ഓടുക. അതിന്റെ എന്താ ഇതിന്റെ അജു എന്റെ വിഗ് ഓടിപ്പോവാ. ഏതോ ഒരാളുടെ വിഗ് അയാളെ കൊണ്ട് ഓർമ്മയില്ല.